നമസ്കാരം. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇപ്പോൾ രൂക്ഷമായിരിക്കെ ലോകം തന്നെ ഉറ്റുനോക്കുന്നത് റഷ്യയെയാണ്. പേടിക്കുന്നതാകട്ടെ അമേരിക്കയും. ഇറാനെതിരെ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ എന്താകും റഷ്യയുടെ നിലപാട് എന്നതിനെ അനുസരിച്ചായിരിക്കും യുദ്ധത്തിൻ്റെ ഗതി തന്നെ നിർണ്ണയിക്കപ്പെടുക. ഇസ്രായേൽ ആക്രമിച്ചാൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ പരിമിതമായിട്ടുള്ള തിരിച്ചടിക്കും അപ്പുറം വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അത് ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ തന്നെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റഷ്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ കൊണ്ടുവരാൻ ഇറാൻ്റെ കപ്പലുകൾ പുറപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അമേരിക്കയെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെയും സംബന്ധിച്ച് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. നിലവിൽ അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളുടെയും ഉപരോധം ഇറാനും അതോടൊപ്പം തന്നെ റഷ്യയ്ക്കും നേരെയുണ്ട്. ഉത്തര കൊറിയയാണ് ഈ ഉപരോധം നേരിടുന്ന മറ്റൊരു രാജ്യവും. എന്നാൽ ഈ ഉപരോധങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു മറുമരുന്ന് നൽകിയാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഡോളറിനെതിരായിട്ടുള്ള ബദൽ നീക്കങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്. യുക്രൈൻ സംഘർഷത്തിന് വഴിമരുന്നിട്ട അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഒക്കെ തന്നെ പാഠം പഠിപ്പിക്കുക എന്നത് റഷ്യയുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വലിയ താല്പര്യം റഷ്യയ്ക്കുണ്ട്. മാത്രമല്ല റഷ്യയുമായിട്ട് ഏറ്റവും അടുത്തിടപഴകുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ സംരക്ഷണം റഷ്യയുടെ കൂടി ഉത്തരവാദിത്വമാണ്. ഇസ്രായേലിനൊപ്പം കൂടിയ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇടപെടാൻ തന്നെയാണ് റഷ്യയുടെ തീരുമാനം. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ റഷ്യയും വിലയിരുത്തുന്നത്. അങ്ങനെ സംഭവിക്കുകയുണ്ടായാൽ തീർച്ചയായിട്ടും ഇറാൻ്റെ തിരിച്ചടി അത് സകല പരിധികളും ലംഘിച്ചാകുമെന്നതിൽ റഷ്യയ്ക്ക് ഒട്ടും തന്നെ സംശയമില്ലാത്ത കാര്യമാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധമുള്ളത് കൊണ്ടാണ് സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ സ്വന്തം പൗരന്മാർക്ക് തന്നെ റഷ്യ നൽകിയിരിക്കുന്നത്. ഇസ്രായേലിലെ റഷ്യൻ പൗരന്മാരോട് രാജ്യം വിടാനാണ് ഇപ്പോൾ റഷ്യ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവരോട് യാത്ര അത് പിന്നീടത്തേക്ക് മാറ്റിവെക്കാനും റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമിച്ചാൽ ഏകപക്ഷീയമായിട്ടുള്ള സ്വയം നിയന്ത്രണം ഇനി ഉണ്ടാകില്ലെന്ന് ഖത്തർ ഭരണകൂടം വഴി ഇറാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറയാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ കൈകളാൽ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ തന്നെ നേതാക്കൾ കൊല്ലപ്പെട്ടതും അതുപോലെ തന്നെ ലെബനിലെയും ഗാസയിലെയും അധിനിവേശവുമാണ് ഇറാനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ തകർത്ത് ഇറാൻ്റെ ആധുനിക മിസൈല് അവ ഇസ്രായേലിൽ പതിച്ചതും ഇതേ തുടർന്നാണ്. ഈ ആക്രമണം അത് ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നുവെങ്കിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുമായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇറാനെതിരായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ആ ആക്രമണത്തിന് സഹായം നൽകുന്നത് അത് ഏത് രാജ്യമായാലും ഈ ലോകത്തിലെ ഏത് രാജ്യമായാലും അവരെയും കൈകാര്യം ചെയ്യുമെന്ന മുന്നറിയിപ്പും ഇപ്പോൾ ഇറാൻ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതികരണം അത് ആക്രമിയെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതായിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമണകാരികൾക്ക് സഹായം നൽകുകയാണെങ്കിൽ അതും ഒരു ലക്ഷ്യമായി കണക്കാക്കുമെന്നാണ് യുഎന്നിലെ ഇറാൻ പ്രതിനിധി ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. ഏത് തരത്തിലുള്ള സൈനിക ആക്രമണമോ തീവ്രവാദ പ്രവർത്തനമോ ഇറാൻ്റെ ചുവപ്പ് വരകൾ മുറിച്ച് കടന്നാൽ അത് തീർച്ചയായിട്ടും ഇറാൻ്റെ സായുധ സേനയുടെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം വരുത്തുമെന്ന് ഇറാൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികൾക്ക് ഇപ്പോൾ അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 180 മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും തകർത്തതായിട്ട് ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടെങ്കിലും പുറത്തു വന്ന വീഡിയോ തെളിവുകൾ ഇസ്രായേലിൻ്റെ അവകാശവാദങ്ങളൊക്കെ തന്നെ പൊളിക്കുന്നതാണ്. ഇറാൻ്റെ മിസൈലുകളൊക്കെ തന്നെ ഇസ്രായേലിൽ പതിക്കുന്നതിൻ്റെയും അതിൻ്റെ ആഘാതങ്ങളുടെയും നിരവധി തെളിവുകളാണ് വെളിവാക്കപ്പെട്ടിരുന്നത്. ഇസ്രായേലിൻ്റെ നിരവധി സൈനിക കേന്ദ്രങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇറാൻ്റെ മിസൈലുകൾക്ക് ഇസ്രായേലിൽ ലക്ഷ്യം കാണാൻ കഴിയില്ലെന്ന ഇസ്രായേലിൻ്റെ അഹങ്കാരമാണ് ആ ഒരൊറ്റ ആക്രമണത്തിലൂടെ ഇറാൻ തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാൻ സർവ്വശക്തിയും എടുത്ത് പ്രഹരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് സ്വന്തം പൗരന്മാരോട് ഇസ്രായേൽ വിടാനായിട്ട് ഇപ്പോൾ റഷ്യ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.